നിലമ്പൂരിൽ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണോ വരുന്നത്? പരിസ്ഥിതി ദിനമാണിന്ന്. ചാലിയാർ കാണാനാണോ അങ്ങോട്ട് പോയത്? അതെ, നിലമ്പൂരിലൂടെ വരികയും താമസിക്കുകയൊക്കെ പോകുന്നുണ്ടെങ്കിലും സാധാരണ നിലമ്പൂരിൽ നമ്മൾ ദേശം തള്ളി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പുറത്ത് ഫോറസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ വന്നു പോകുന്നൊരു വിഷയം വരുന്നില്ല, അങ്ങനെ പാസ് ചെയ്ത് പോയി. അപ്പോൾ ഇത് ഒരു ടേൺ ഉണ്ട്, ഒരു യു ടേൺ അടിക്കുന്നുണ്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ആംഗിൾ, സൂര്യപ്രകാശം മുഴുവൻ നദിയിലൂടെ ഇങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഈ പടിക്കെട്ടിറങ്ങി അങ്ങോട്ട് പോയി കണ്ട് നിലമ്പൂരിന്റെ അധികം കാണാത്തൊരു കാഴ്ചയിലേക്കൊന്ന് പോയതാണല്ലേ? ഇത് മനോഹര കാഴ്ചകളാണ്. ഞാനത് നേരത്തെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അപ്പുറത്തുള്ള ഒരു വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഒരു ദിവസം ഒരു തെരഞ്ഞെടുപ്പിൽ തോന്നുന്നുണ്ട് അപ്പുറത്തുനിന്ന്. അത് നിലമ്പൂർ ചന്തക്കുന്ന് വന്നിട്ട് ചന്തക്കുന്ന്. ഇതിപ്പോ നിലമ്പൂർ കോവിലകത്തിനകത്തു കൂടി വന്നിട്ട് ഏറ്റവും നല്ല ചാലിയാറിന്റെ ഏറ്റവും മനോഹര ദൃശ്യമാണ്. ശരിക്കും ആ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഏറ്റവും വലിയൊരു ആൽമരവും ആളുകളൊക്കെ ഈ പടവ് കയറി ഇങ്ങനെ വരുന്നതും ഒക്കെ കാണാം. അതെ, ഇതിനൊരു ചരിത്ര പശ്ചാത്തലം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബയോഡൈവേഴ്സിറ്റി ഉള്ള കാടുകളാണിത്. ഏറ്റവും മികച്ച കാടുകളാണ്. ഇപ്പോൾ നമുക്ക് പശ്ചിമഘട്ടത്തിലെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഏറ്റവും ഡെൻസ് ഫോറസ്റ്റ് ആണ് ഇത്. ഈസ്റ്റേൺ ഗട്ട്സിലേക്ക് തല വെച്ച് കിടക്കുന്ന, പശ്ചിമഘട്ടവും ഈസ്റ്റേൺ ഗട്ട്സും കൂടി യോജിക്കുന്ന ഒരു ഭൂപ്രകൃതി കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്ത് ഡക്കാൻ പ്ലാറ്റോ, മറുഭാഗത്തും ഡക്കാൻ പ്ലാറ്റോ എന്നിടക്ക് കൂടി പോകണം. അട്ടപ്പാടി ഹിൽസാണ് അപ്പുറത്ത് ഉള്ളത്, ഇപ്പുറത്ത് ഗൂഡല്ലൂരുണ്ട്, അങ്ങേപ്പുറത്ത് വയനാടുണ്ട്. ഇതിന്റെ നടുക്ക് കിടക്കുന്ന ഫോറസ്റ്റ് ഏരിയ ഭയങ്കര ഡെൻസാണ്. പിന്നെ നമ്മൾ ഇന്ന് വരെ വെട്ടിയാൽ തീരാത്ത അല്ലെങ്കിൽ മനുഷ്യസ്പർശം ഏൽക്കാത്ത ഭൂപ്രദേശം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെയാണ് വളരെ ഡെൻസായ ഫോറസ്റ്റുള്ള വലിയ ആന, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഗുരുവായൂർ കേശവനെ ഇവിടുന്ന് പിടിച്ചാണ് അവിടെ കൊണ്ടാക്കിയത്, ഈ ഫോറസ്റ്റുകളിൽ നിന്ന്. അത്രയും ഒരു ഹിസ്റ്റോറിക്കൽ പശ്ചാത്തലമുണ്ട്.